ഡൽഹിയും ഭാരതവും BJP ഭരിക്കുന്ന കാലത്താണ് ഡൽഹിയിൽ മെട്രോ സംവിധാനം കൊണ്ടുവരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് കിട്ടിയ ആശ്വാസത്തിൻ്റെ കഥ വിവർണനാതീതമാണ്. കാരണം ആ ഗതാഗതക്കുരുക്കും ആളുകളുടെ സംഖ്യയുടെ പെരുപ്പവും ഇതെല്ലാം താങ്ങുവാൻ ഡൽഹിയിലെ ഈ ബസ്സുകൾക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ കഴിയുമായിരുന്നില്ല. അത് ഗംഭീരമായി പരിഹരിച്ചു DMRC എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് അതിൻ്റെ ചെയർമാൻ ശ്രീധരനെ വെച്ചുകൊണ്ട് ആവിഷ്കരിച്ച ഡൽഹി മെട്രോ പദ്ധതി അത് അങ്ങേയറ്റം വിജയിച്ചു. നമുക്കറിയാം, പാമ്പൻ പാലം ഒരു കാലത്ത് വലിയ പ്രശസ്തി ആർജിച്ചൊരു പാലമായിരുന്നു. അത് തകർന്നുപോയി. അത് 2020 പുതിയതായ പാലത്തിൻ്റെ പണി തുടങ്ങുകയും അത് 2025 അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇതേപോലെ കേരളത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്രെയിനുകളും അതിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായ സൗകര്യങ്ങളും ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതുപോലൊരു പരിപാടി എനിക്കും പറ്റും എന്ന് സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മുടെ പിണറായി വിജയൻ സാർ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. കേരയിൽ പദ്ധതി എന്ന പദ്ധതി. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം റോഡ് വികസനത്തിന് അത്യധികം പ്രാധാന്യം നൽകി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളെയൊക്കെ കണക്ട് ചെയ്യത്തക്ക നിലയിലുള്ള ദേശീയപാതകൾ നിലവിൽ വന്നു. അതിൻ്റെ പേര് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നായിരുന്നു. വാജ്പേയിയുടെ കാലത്താണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ പദ്ധതി അനുസരിച്ച് NH 44 ശ്രീനഗർ ടു കന്യാകുമാരി, NH 48 ഡൽഹി ടു ചെന്നൈ, NH 27 പോർബന്ദർ ടു സിൽച്ചാർ, NH 19 ഡൽഹി ടു കൽക്കട്ട. ഈ വൻപിച്ച ദേശീയപാതകൾ വന്നതോടുകൂടി ഇന്ത്യയെ ഒന്നാകെ കെട്ടിപ്പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത് മാത്രമല്ല, പിന്നെ എത്രയെത്ര നാഷണൽ ഹൈവേകൾ. നിതിൻ ഗഡ്കരിയുടെ ആ ഹൈവേ ഡെവലപ്മെന്റ് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. വിശ്വോത്തരമെന്ന് തന്നെ പറയത്തക്ക ഒന്നാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തോന്നി കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ ജില്ലകളെയൊക്കെ ഒന്ന് ബന്ധിപ്പിക്കത്തക്ക തരത്തിൽ ഒരു റെയിൽപാത ഉണ്ടാക്കിയാൽ എന്താണെന്നുള്ളത് നല്ല ഐഡിയ ആയിരുന്നു. കേരയിൽ എന്ന പേരും ഒക്കെ നൽകി പരിപാടി ആരംഭിച്ചു. സ്ഥലമെടുപ്പിൻ്റെ പ്രാഥമിക പദ്ധതി എന്നുള്ള നിലയിൽ കുറേയേറെ മഞ്ഞക്കുറ്റികൾ റോഡിലെല്ലായിടത്തും പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചു. കോടിക്കണക്കിന് രൂപയും ചെലവാക്കി. എങ്ങും എത്തിയില്ല എന്നുള്ളതറിയാം. പക്ഷേ മോദിജിയുടെ ഒരു ഉദാരമതിത്വം, അത്ഭുതം എന്നല്ലേ പറയുള്ളൂ. പിണറായി, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങ് സങ്കല്പിച്ചതിനും അപ്പുറത്ത് ഒരു റെയിൽപാത ഞാനിതാ അങ്ങയ്ക്ക് സമ്മാനിക്കുന്നു, കേരളത്തിന് സമ്മാനിക്കുന്നു. അതായത് അതിവേഗം പായാൻ ബദൽ റെയിൽപാത. അത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ മുതൽ കണ്ണൂർ വരെ ഉള്ള ഒരു ഉഗ്രൻ റെയിൽപാത. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് അത് പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ നിർത്തി നെടുമ്പാശ്ശേരിയിൽ അതിനൊരു സ്റ്റേഷനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഏതായാലും തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ 1 മണിക്കൂർ 20 മിനിറ്റ്, തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ 2 മണിക്കൂർ 5 മിനിറ്റ്, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 3 മണിക്കൂർ 15 മിനിറ്റ്. 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കും എത്തത്തക്ക ഒരു അത്ഭുത പ്രതിഭാസമായ ഒരു റെയിൽപാത കേരളത്തിന് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണം ഏൽപ്പിച്ചിരിക്കുന്നത് DMRC തന്നെയാണ്, ഡൽഹി മെട്രോ കോർപ്പറേഷൻ തന്നെയാണ്. അതിൻ്റെ ചെയർമാൻ ആയിരുന്ന നമ്മുടെ ശ്രീധരൻ സാർ, അദ്ദേഹം തന്നെയാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടവും. അപ്പം നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാകാം, ഇവിടെ കറപ്ഷൻ ഇല്ല. തീരുമാനിച്ച സമയത്തിന് മുമ്പേ
അലോട്ട് ചെയ്യപ്പെട്ട ബഡ്ജറ്റിലും കുറച്ചാൽ ശ്രീധരൻ സാർ ഈ പരിപാടി അത്ഭുതകരമായി ആവിഷ്കരിച്ച് വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ സന്ദർഭത്തിൽ എനിക്ക് നമ്മുടെ ഒരു നാടൻ ചൊല്ലാണ് ഓർമ്മ വരുന്നത്: ആന വാപൊളിക്കുന്ന കണ്ടുകൊണ്ട് അണ്ണാൻ വാപൊളിക്കരുത്. അഖിലേന്ത്യാ തലത്തിൽ BJP ആവിഷ്കരിച്ച ഈ ഗതാഗത രംഗത്ത് അത്ഭുത പ്രതിഭാസങ്ങളെ കണ്ടുകൊണ്ട് കേരളത്തിലും അങ്ങനെ ഒന്നാകാമെന്ന് വിചാരിച്ച് അതിനിറങ്ങിത്തിരിച്ച പിണറായിയുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ ഈ ചൊല്ല് അന്വർത്ഥമായി എന്നുള്ളത് വ്യക്തമാണ്.